ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ദേശീയ കക്ഷികൾക്ക് എത്രത്തോളം ഇടം കണ്ടെത്താനാകുമെന്ന പരീക്ഷണമാണ് തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചിക കൂടിയാണ് നാളത്തെ പോരാട്ടം. ദ്രാവിഡ കക്ഷികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് എക്കാലവും തമിഴകം കണ്ടിട്ടുള്ളത്. അതിനിടയിലേക്ക് ചുവടുറപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളാണ് ഇത്തവണത്തെ പോരാട്ടം ശ്രദ്ധേയമാക്കുന്നത്. ചേർത്തു നിർത്തിയും ചവിട്ടിപ്പുറത്താക്കിയും പാരമ്പര്യമുള്ള തമിഴകത്തിന്റെ മനസ്സിൽ DMKക്ക് ഇത്തവണ വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണുള്ളത്. വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഇന്ത്യ സഖ്യം ഇത്തവണ തമിഴ്നാട്ടിൽ നടക്കുന്നത് അണ്ണാ DMKയും BJPയും തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം മാത്രമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് തമിഴകത്ത് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട് പല കാരണങ്ങളാൽ പല പാർട്ടികളുടെയും പ്രതീക്ഷയുടെ ഭൂമിക കൂടിയാണ്. 2019 മുന്നേറ്റം സ്വപ്നം കണ്ടാണ് ഇന്ത്യ സഖ്യം ഇത്തവണയും കളം നിറഞ്ഞു കളിക്കുന്നത്. ഭരണകക്ഷിയായ DMK സഖ്യകക്ഷികളായ കോൺഗ്രസിനും CPMനും അർഹമായ പ്രാതിനിധ്യം നൽകി മുന്നണി സംവിധാനം കെട്ടുറപ്പുള്ളതാക്കി. കോട്ടകാക്കാൻ സർവ്വസജ്ജരായി തന്നെയാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചുണ്ടായിരുന്ന അണ്ണാ DMKയും BJPയും വേർപിരിഞ്ഞതും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ പകരുന്നുണ്ട്. എന്നാൽ ഇത്തവണ തമിഴ് കോട്ട പൊളിച്ച തെക്കൻ രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താൻ വലിയ ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ് BJPയുടെ തുറുപ്പുചീട്ട്. വലിയ സ്വപ്നങ്ങളും അതിലേറെ പ്രതീക്ഷകളുമായി പലതവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്രാവിഡ മണ്ണിൽ വന്നുപോയത്. കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി പിന്നോക്ക സമുദായ വിഭാഗങ്ങളെ ഒപ്പം നിർത്തിയാണ് BJP തമിഴകത്ത് വിത്തുപാകിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. ഈ സംസ്ഥാനത്ത് ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് അണ്ണാമലൈ എഫക്റ്റോടുകൂടി BJP കടന്നു കയറുമോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സസ്പെൻസ്. ചെന്നൈയിൽ നിന്ന് അല്ലമീനൊപ്പം കോയമ്പത്തൂരിൽ നിന്ന് VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.